നമ്മൾ പറയില്ലേ, അവനോട് സംസാരിക്കുന്നതിലും ഭേദം മിണ്ടാതിരിക്കുന്നതാണ്. നീ ആ ബസ്സിൽ പോകുന്നതിനേക്കാൾ ഭേദം നടന്നു പോകുന്നതാണ്. ഓഹ്, കാപ്പി കുടിക്കുന്നതിലും ഭേദം ചായ കുടിക്കുന്നത് തന്നെ. ഇങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലേ. ഇത് പറയുമ്പോൾ ഈ ഭേദം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മലയാളം ഫ്ലുവൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് വുഡ് റാദർ ദാൻ. എന്താണ്? വുഡ് റാദർ ദാൻ. അപ്പം നമ്മൾ പറയും, അവനോട് സംസാരിക്കുന്നതിനും ഭേദം മിണ്ടാതിരിക്കാനാണ് എനിക്കിഷ്ടം എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ അവളോട് സംസാരിക്കുന്നതിനും ഭേദം മിണ്ടാതിരിക്കുന്നതാണ്. I would rather keep quiet than talk to him. എങ്ങനെയാണ്? I would rather keep quiet than talk to him. അവനോട് സംസാരിക്കുന്നതിലും എനിക്കിഷ്ടം മിണ്ടാതിരിക്കുന്നതാണ്. അതാണ് ആ സെന്റൻസിന്റെ ശരിക്കുള്ളത് അർത്ഥം. പക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? അവനോട് സംസാരിക്കുന്നതിലും ഭേദം മിണ്ടാതിരിക്കുന്നതാണ്. You would rather walk than take that bus. ആ ബസ്സിൽ പോകുന്നതിലും ഭേദം നീ നടക്കുന്നതാണ്. You would rather walk than take that bus. I would rather have coffee than tea. ടീയേക്കാളും ഭേദം കോഫി തന്നെ. അതായത് എനിക്ക് കോഫി കുടിക്കാനാണ് ഇഷ്ടം ചായ കുടിക്കുന്നതിനേക്കാൾ. അപ്പൊ അത് പല രീതിയിൽ നമുക്ക് അർത്ഥമാക്കാം കേട്ടോ. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടൊരു സെന്റൻസ് പറയുകയാണെങ്കിൽ, I would rather stay home than go out. പുറത്ത് പോകുന്നതിനേക്കാളും എനിക്കിഷ്ടം അകത്തിരിക്കാനാണ്, വീട്ടിൽ തന്നെ ഇരിക്കാനാണ്. അപ്പോൾ വുഡ് റാദറിന് നമുക്ക് പല അർത്ഥങ്ങളുണ്ട്. അതായത് ഇഷ്ടമാണ്, എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഇതാണ്, അല്ലെങ്കിൽ നമ്മൾ പറയാം അതിനേക്കാൾ ഭേദം ഇതാണ് എന്നൊക്കെ പറയാനാണ് നമ്മൾ വുഡ് റാദർ ഉപയോഗിക്കുന്നത്. വുഡ് റാദർ കഴിഞ്ഞാൽ വേർബ് B1, ദാൻ കഴിഞ്ഞാലും വേർബ് B1. അടുത്ത ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു ക്ലാസ് നിങ്ങൾക്ക് തരുന്നതാണ്. അതിനു മുമ്പേ തന്നെ നിങ്ങൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. സെന്റൻസുകൾ പറഞ്ഞും കൂടെ പഠിക്കും. താങ്ക് യു.